നമസ്കാരം. പ്രശസ്ത നടിയുടെ പരാതിയിൽ ബോച്ചയെ അറസ്റ്റ് ചെയ്തു. കേരള സർക്കാരിന്റെ ഇൻസ്റ്റന്റ് ആക്ഷൻ, ബിഗ് സല്യൂട്ട്. ഇതൊരു തുടക്കമാണ്. സമ്പത്തും പദവിയും ആണധികാരവും എന്തിനും പോന്ന സോഷ്യൽ മീഡിയ കൂട്ടുകെട്ടുമുണ്ടെങ്കിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ വിവേചനമില്ലാതെ തന്റെ ബ്രാൻഡ് മാർക്കറ്റിംഗ് തന്ത്രമായി ദ്വയാർത്ഥപ്രകാരം വാചകമടിച്ച് റീച്ച് കൂട്ടുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന സ്വർണ്ണക്കട മുതലാളി തന്റെ സാമ്രാജ്യം വികസിപ്പിക്കാൻ സ്വയം കോമാളിയായി സോഷ്യൽ മീഡിയയിൽ അവതരിച്ച സെൽഫ് ബൂസ്റ്റ് നടത്തുന്ന ഒരു വികല വ്യാപാരി. അയാളുടെ പിറകെ ഓടി നടന്ന് വാർത്തയുണ്ടാക്കുന്ന മറ്റ് പരാന്നഭോജികൾ, അവർ കൊടുക്കുന്ന ഉച്ചിഷ്ടം ഭക്ഷിച്ച് ആത്മനിർവൃതി അടയുന്ന ഒരു വികല സമൂഹം. ഈ നെക്സസ് ആണ് ഇതുപോലുള്ള സ്ത്രീ വിരുദ്ധതയും ഏകപക്ഷീയവുമായ നിലപാടുകളിലൂടെ മറ്റൊരു വലിയ മനുഷ്യ സമൂഹത്തെ തന്നെ നാണം കെടുത്തുന്നത്. ഹണി റോസിന്റെ യുദ്ധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സ്വതന്ത്ര മനുഷ്യരെ സദാചാരം പഠിപ്പിക്കാൻ ഇറങ്ങി നടക്കുന്ന രാഹുലീശ്വരന്മാർ വിഷ്വൽ മീഡിയ വഴി തുറന്നുവിടുന്ന വിഷലിപ്തമായ വാക്കുകൾ വെറുക്കപ്പെടേണ്ടതാണ്. അങ്ങനെയുള്ള വൈകല്യവാദികളെ നിഷ്കരുണം നിരാകരിക്കാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരണം. ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ മീഡിയ ചർച്ചകൾ കണ്ട് ആസ്വദിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറാതെ വീട്ടിലെ നമ്മുടെ കുട്ടികളെ ബോധവാന്മാരാക്കണം. സ്വതന്ത്രമായി ചിന്തിക്കാനും ഇഷ്ടമുള്ള വസ്ത്രധാരണം നടത്താനും ഇന്ത്യൻ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിത രീതി പരുവപ്പെടുത്താനും. സന്യാസിനിയായി വേഷമണിഞ്ഞ ഹണി റോസിനെ കുന്തി ദേവിയായി അഭിനയിച്ച നടിയെ പോലെ തോന്നിയെന്നാണ് ഉദ്ദേശിച്ചത്. ഇതാണ് ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ പറഞ്ഞത്. എത്ര വികലമായ വാദം! ഒരു സ്ത്രീയെ നിഷ്കരുണം ലൈംഗിക ചുവയിൽ ആക്രമിച്ച ശേഷം അതുമാത്രമല്ല, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവരെ പലതരത്തിലുള്ള ചേഷ്ടകളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും ആക്രമണത്തിനും വൈരാഗ്യബുദ്ധിയോടെ ഇട്ടുകൊടുത്തതും തനിക്കു വേണ്ടി ഒപ്പീസ് പാടുന്ന മനോരോഗികളെ കൊണ്ട് ആ പാവം സ്ത്രീയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ തെറി അഭിഷേകം നടത്തിച്ചും നിന്നു പറയുകയാണ് താൻ പുരാണത്തിലെ ഉപമ നടത്തിയതേ ഉള്ളൂ എന്ന്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ വഷളൻ തൻ്റെ അഡ്രസ് ഉണ്ടാക്കിയതിൻ്റെ പിൻവഴികൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ കാണാം. എത്രയോ പാവം മനുഷ്യരെ, തട്ടുകടക്കാരൻ മുതൽ സെലിബ്രിറ്റി വരെ ബോധപൂർവം ദ്വയാർത്ഥ പ്രകാരമുള്ള പ്രകടനങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിൽ റീൽസ് ചെയ്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു തട്ടുകടയിൽ കയറി ചായ കുടിക്കുമ്പോൾ പഴംപൊരി ചോദിച്ച രീതി, റീൽസ് കാണുന്ന എല്ലാ സോക്കോൾഡ് മലയാളിയും കണ്ടാർത്ത് ചിരിച്ചില്ലേ? ആ കടയുടെ ബാക്കിൽ നിന്ന ആ തട്ടുകടക്കാരൻ്റെ ഭാര്യയുടെ അവസ്ഥ ഇതുപോലെ തന്നെയാണോ ബോച്ചെ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭാര്യയും കുഞ്ഞും ഉള്ളപ്പോൾ പറയുന്നത്? ഇവിടുത്തെ സദാചാരവാദികൾ എവിടെ പോയി? ബോബി ചെമ്മണ്ണൂരിന്റെ 7ഓളം സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിന് പോയ മറ്റൊരു യുവ സിനിമാ നടി പറയുന്നത് കേൾക്കൂ. ഒരു ന്യൂ ഇയർ ഇവന്റിന് അയാൾ വിളിച്ച രീതി അവർ ഓർത്തെടുക്കുന്നു. കുടിക്കാനുള്ളത് ഞങ്ങൾ തരും, കളിക്കാനുള്ളത് നിങ്ങൾ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത സ്ത്രീകളൊക്കെ ആരായി? ഈ രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത്. ആളുകൾ പറയുന്നത് അയാളുടെ പരിപാടികൾക്ക് പോകരുതെന്നാണ്. ഇതാണ് ആ നടി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്. ഒരു ഉയർന്നു വരുന്ന യുവനടിക്കുണ്ടായ അനുഭവമാണ് അവർ ഇവിടെ പറഞ്ഞത്. വൈകല്യം ബാധിച്ച അയാളുടെ മറ്റൊരു റീൽ, ട്രിവാൻഡ്രത്തെ കടയിൽ നല്ല സ്വർണം കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞ ഒരു പെൺകുട്ടിയോട് അശ്ലീല ചുവയിൽ സംസാരിച്ചത്, അത് അയാളുടെ ബ്രാൻഡിങ്ങിന്റെ പരസ്യമാക്കി റീൽ കൊഴിപ്പിച്ചത്, അതെങ്ങനെ എത്ര സംഭവങ്ങൾ. ഒടുവിൽ പ്രതികരിക്കാൻ ഒരു നടി മുന്നോട്ടിറങ്ങി വന്നപ്പോൾ അവരെയും സദാചാരം പഠിപ്പിക്കുന്ന രാഹുലീശ്വരന്മാർ. ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയ വകുപ്പുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ഇന്ത്യൻ ജുഡീഷ്യറി ആക്ട് 75 വകുപ്പ്, ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തിയതിന് IT ആക്ടിലെ 67 വകുപ്പ്. സോഷ്യൽ മീഡിയയിലൂടെ ഭ്രാന്ത് തീർക്കുന്ന വെകിളി പിടിച്ച കമന്റ് എഴുത്തുകാർ ഈ വകുപ്പുകൾ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ആ അറുബോറിന്റെ പ്രീതിക്കായി ബാക്കിയുള്ള ആൾക്കാരെ തേജോവധം ചെയ്യാനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലും ഒരിക്കൽ അതിഥിയായി അയാൾ കടന്നു വരും. നിങ്ങളുടെ അമ്മയുടെയും പെങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും മുൻപിൽ വെച്ച് സ്ഥിരം ബോച്ചെ ഭാഷയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തുമ്പോൾ മാത്രം മനസ്സിലാകും ആ നടി ഇതെന്തിനു വേണ്ടി ചെയ്തുവെന്ന്. കേരളത്തിലെ മുഴുവൻ സ്ത്രീ വിരുദ്ധർക്കും വേണ്ടി ഹണി റോസ് നടത്തുന്ന ഒറ്റയാൾ പോരാട്ടത്തിന്റെ മെറിറ്റ് എന്താണെന്ന്.
അതുപോലെ തന്നെ സ്ഥിരമായി പൊതു ഇടങ്ങളിൽ അതിക്രമം നേടുന്ന സ്ത്രീകളും ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന സംരക്ഷണം ആണെന്നും മനസ്സിലാക്കണം. അതിരുകവിഞ്ഞ ആക്രമണങ്ങൾ സഹിച്ചുകൊണ്ട് ഒരിക്കലും മാറി നിൽക്കാതെ മുന്നോട്ട് വന്ന് പ്രതികരിക്കണം. അതുപോലെ ഒരഭ്യർത്ഥനയുമുണ്ട്, അത് നമ്മുടെ ഭരണകർത്താക്കളോടാണ്. ഈ ഇൻസ്റ്റന്റ് അറസ്റ്റും നിയമ നീക്കങ്ങളും സെലിബ്രിറ്റികളോടും പ്രിവിലേജ് സ്റ്റാറ്റസിൽ നിൽക്കുന്നവരോടും മാത്രമാകരുത്. സാധാരണ ജനത്തിന്റെ കാര്യം വരുമ്പോഴും ഇതൊക്കെ കാണിക്കണം. എന്നാൽ മാത്രമേ സാമാന്യ നീതി എല്ലാവരിലും എത്തുന്നതിന് സാഹചര്യം ഒരുങ്ങൂ. ഇതുമാത്രമല്ല, ഇവിടെ മറ്റൊരു പ്രധാന കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട്. സമൂഹ മനസ്സിലേക്ക് നിരന്തരം വിഷലിപ്തമായ വാക്കുകൾ കൊണ്ട് മനഃപൂർവ്വം പൊതുബോധത്തെ മലിനപ്പെടുത്തി മനോരോഗികളെ കുറിച്ചാണ്. ഒരു ഇര വേട്ടക്കാരനാൽ ആക്രമിക്കപ്പെട്ടാൽ ആ വേട്ടക്കാരനെ പിന്തുടർന്ന് ആ ഇരയുടെ മാംസം ഭക്ഷിച്ച് ജീവിക്കുന്ന കഴുതപ്പുലിക്കൊപ്പം ഉപമിക്കാവുന്നവരാണ് ചിലർ. അതിലൊരു പ്രമുഖനാണ് രാഹുൽ ഈശ്വരൻ. വലതുപക്ഷ രാഷ്ട്രീയം പറഞ്ഞ് മീഡിയയുടെ കൂട്ടുപിടിക്കുന്ന ഒരു ഏഭ്യൻ. ചാനൽ ചർച്ചകൾക്ക് കൊഴുപ്പ് കൂട്ടാൻ ഇയാൾ പര്യാപ്തമാണ്. എങ്കിലും പറയുകയാണ്, വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പേരിൽ സവർണബോധവും സ്ത്രീ വിരുദ്ധതയും മാത്രം വിളമ്പുന്ന തീർത്തും വൃത്തികെട്ട മനസ്സിനുടമയായ ഇത്തരം നികൃഷ്ട ജീവികളെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം. നോക്കൂ, രാഹുലിന്റെ മുൻകാല അവതാരങ്ങൾ. നടി ആക്രമിക്കപ്പെട്ടപ്പോൾ വേട്ടക്കാരനൊപ്പം ഇയാൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ശബരിമലയിൽ കോടതി വിധി പ്രകാരം സ്ത്രീകൾ കയറിയപ്പോൾ സ്ത്രീകളെ കടന്നാക്രമിച്ച കൂട്ടത്തിൽ പ്രധാനിയും, എവിടെ സ്ത്രീകൾ അപമാനിക്കപ്പെടുമ്പോഴും അവരുടെ വേഷത്തെയും സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്ന വാക്കുകളിലൂടെ മാത്രം ഇടപെടുന്ന രാഹുലൻ. ഈ അവതാരത്തിനും ഒരു കുടുംബമുണ്ട്. അവിടെയുള്ളവർക്കെതിരെ ബോച്ചെ ഭാഷയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയാൽ രാഹുലിന് എങ്ങനെയാണ് പ്രതികരിക്കുക? മുൻകരുതൽ എന്ന രീതിയിൽ അവരും കരുതിയിരിക്കുക. ഈ വിടുവായനായ ഏഭ്യൻ നാളെ നിങ്ങളെയും വാക്കുകൾ കൊണ്ട് മാനം കെടുത്തും. വേഷത്തിന്റെ പേരിൽ, സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സദാചാരവാദികളെയും മറ്റ് അനുകൂല വഷളന്മാരെയും സൈബർ ലൈംഗിക ആക്രമണത്തെ ചെറുത്തു തോൽപ്പിക്കാൻ മിസ് ഹണി റോസിനെ പോലെ മുന്നിട്ടിറങ്ങാൻ കേരളത്തിലെ സ്ത്രീകൾക്കും ധൈര്യം പകരാൻ ഇതൊരു തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുന്നു.